Hello everyone, welcome to JMJ classes. You are listening to Jasna Mariam Johnson. Today we are going to discuss the poem Identity Card by S. Joseph. S. Joseph was born in Patithanam in the Kottayam district in the year 1965, and he can be considered as the forerunner of postmodern Malayalam Dalit poetry. അദ്ദേഹം ദളിതർക്ക് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ ശബ്ദമുയർത്തിയ ഒരു കവിയാണ്. ദളിതർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാർജിനലൈസ്ഡ് ക്ലാസ് ആണ്. എല്ലാവരാലും ഒരുപാട് ഒപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള തഴഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ദളിതരെന്ന് പറയുന്നത്. And currently he is an associate professor in the Department of Malayalam in Maharaja's College, Ernakulam. And S. Joseph was the winner of 2012 Kerala Sahitya Academy Award. Regarding his poems are a reflection of the natural and real green and lush Kerala. And also he talks about against the injustice, violence, hypocrisy that prevents dreams of the marginalized from fulfilling. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ കേരളത്തിൻ്റെ ഭംഗികളെക്കുറിച്ചൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു തീം അല്ലെങ്കിൽ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ദളിതർക്ക് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള ഇൻജസ്റ്റിസിനെ പറ്റിയും അനീതിയെ പറ്റിയും അക്രമത്തിനെ പറ്റിയും ഒക്കെയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്സ് മീൻകാരൻ, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ചന്ദ്രനോടൊപ്പം ആൻഡ് സോ ഓൺ. The poem which we are going to discuss is Identity Card. The poem, which was published in 2005, was translated from Malayalam to English by the noted writer K. Sachidanandan. And the poem portrays the strong and deep-rooted caste system. ഈ പോം ശരിക്കും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2005 അത് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളതും പബ്ലിഷ് ചെയ്തിട്ടുള്ളതും. അതിനുശേഷം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. ഈ പോയത്തിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം തന്നെയാണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടിനെ പറ്റിയും ആ ഒരു വിവേചനത്തിനെ പറ്റിയും ആ ഡിസ്ക്രിമിനേഷനെ പറ്റിയും ഒക്കെ തന്നെയാണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന പോം ഡീൽ ചെയ്യുന്നത്. So on the one side of the screen you can see the real Malayalam poem Identity Card, and on the right side of the screen it is its English translation by K. Sachidanandan. So S. Joseph എഴുതിയത് മലയാളത്തിലാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. So we'll move into the poem. In my student days, a girl came laughing. Our hands met kneading her rice and fish curry. On a bench, we became a Hindu-Christian family. I whiled away my time reading Neruda's poetry. So the narrator of the poem is a boy. ഒരു ആൺകുട്ടിയാണ് ഈ പോം നറേറ്റ് ചെയ്യുന്നത്. And he has met a girl who came to the class with a smiling face. And slowly they started sharing their bench and food. She brought rice and fish curry for him as well, and they ate it from the same plate. അപ്പം എന്താണ്, ക്ലാസ്സിലേക്ക് ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ ഇമേജാണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ നറേറ്റർ പറയാണ് തൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ, അത് സ്കൂളിലാകാം കോളേജിലാകാം, തൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് തൻ്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. അതിനുശേഷം അവർ ഒരുമിച്ചായി ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, ഒരുമിച്ച് അവൾ കൊണ്ടുവരുന്ന ചോറും മീൻ കറിയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. സോ ദ പോയിറ്റ് ഹിയർ കൺവേസ് ദാറ്റ് ദേ വെർ ഇൻ ലവ്. ദേ ഇവൻച്വലി ബിക്കം ലൈക്ക് എ Hindu-Christian family. So even though they belonged to two different religions, they were in a strong relationship. They were like a family. അപ്പോൾ അവരെങ്ങനെയാണ്, അവരൊരു Hindu-Christian ഫാമിലിയെ പോലെയായിരുന്നു. അപ്പോൾ അവർ രണ്ട് റിലീജിയനിലുള്ളവരായിരുന്നു എങ്കിൽ പോലും അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ബോണ്ട് എന്തായിരുന്നു, ഇറ്റ് വാസ് വെരി സ്ട്രോങ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും. And here there is a reference to Pablo Neruda.
Pablo Neruda is a Chilean poet. ഒരു കവിയാണ് Pablo Neruda. And he is famous for his love poems. It says, the boy, the narrator, spent his time by reading Neruda's poems, which shows he was deeply in love with her and spent time reading such love poems. ആ ആൺകുട്ടി നമ്മുടെ നറേറ്റർ എങ്ങനെയാണ് സമയം ചിലവഴിച്ചത്? പാബ്ലോ നെരൂദയുടെ കവിതകളൊക്കെ കേട്ട് അല്ലെങ്കിൽ വായിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിച്ചിരുന്നത്. പാബ്ലോ നെരൂദ എന്ന് പറയുന്നത് ഒരുപാട് ലവ് പോയംസ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ദാറ്റ് ഷോസ് ഹീ വാസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് ദാറ്റ് ഗേൾ. ആ കുട്ടിയുമായിട്ട് അവൻ ഒരുപാട് പ്രണയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രണയത്തെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു അവൻ കൂടുതലായും വായിച്ചു കൊണ്ടിരുന്നത്. And meanwhile, I misplaced my identity card. I noticed, she said, returning my card. The account of your stipend is entered here in red. So one day, the narrator, the boy, lost his identity card. He must have never thought, along with the identity card, he would also lose his love. So his girlfriend gave him his lost identity card and told him, the account of your stipend is entered there in red. So stipends are grants or a fixed amount of money received from government by marginalized classes. So from the stipends, she understood he belongs to lower class. So in this poem, Identity Card, he shows a world where love seldom triumphs over caste identity. S. Joseph purely talks about racism, where a Dalit is scorned by his non-Dalit girlfriend. അപ്പം ആ കുട്ടി ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ നറേറ്ററിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഒരു ദിവസം എവിടെയോ വെച്ച് നഷ്ടമാകുന്നു. ആ ഐഡൻറ്റിറ്റി കാർഡ് തിരികെ ഗേൾഫ്രണ്ട് ആ പെൺകുട്ടി തിരിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഞാൻ നിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ സ്റ്റൈപ്പൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്, നിനക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറ്റി സ്റ്റൈപ്പൻഡിൻ്റെ കാര്യം റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്തത് കണ്ടു എന്നവൾ പറയുന്നു. സോ ആ സ്റ്റൈപ്പൻഡിലൂടെയാണ് ഈ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്ത് മനസ്സിലാവുന്നത്? ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നത്. നമുക്കറിയാം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ഒക്കെ ആണെങ്കിലും പിന്നോക്കം നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഒരു ലോവർ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത്. These days I never look at a boy and a girl lost in themselves. They will depart after a while. So after knowing that this boy was a Dalit, her love faded for him. അത് കൃത്യമായിട്ട് പറയുന്നില്ല. ആ ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ ചുമന്ന നിറത്തിൽ സ്റ്റൈപ്പൻഡിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ വെച്ചത് അവസാനിക്കുകയാണ്. ദാറ്റ് റിലേഷൻഷിപ്പ് ഹാസ് എൻഡഡ് ദെയർ. അത് എവിഡൻ്റായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അതവിടെ വെച്ച് കഴിഞ്ഞു. ആ ഒരു കാസ്റ്റിൻ്റെ പേരിൽ ആ പ്രണയബന്ധം എന്താണ് തീർന്നു പോയി. അത് പിന്നീട് അങ്ങോട്ടേക്ക് മുൻപോട്ട് പോയില്ല. And he says, these days I never look at a boy and a girl lost in themselves. They will depart after a while. So whenever he sees a boy and a girl deeply in love, he is sure that they will depart very soon of the same reason of his. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഒന്നും ഞാൻ പ്രണയത്തിലായിട്ടുള്ള ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ കണ്ടതിനത്ര നോക്കാറില്ല, അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് അറിയാം അധികം താമസിയാതെ തന്നെ അവരും എൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ അവരും പിരിയും. അവരും അധികം നാളൊന്നും ഈ പ്രണയം മുൻപോട്ട് കൊണ്ടുപോകില്ല എന്നെനിക്കറിയാം എന്ന് നറേറ്റർ പറയുകയാണ്. I won't be surprised even if they unite. Their identity cards won't have scribblings in red. And the narrator says, or if they unite, he wouldn't be surprised because that boy will never be a Dalit. ഇനി അവർ ഒരുമിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ചിലപ്പോൾ എന്തായിരിക്കും, ആ ആൺകുട്ടി എന്നെ പോലൊരു ദളിതനാകില്ല. അവർ രണ്ടും ഒരേ കാസ്റ്റിലുള്ളവരായിരിക്കും, അല്ലെ അവർ രണ്ടുപേരും അപ്പർ ക്ലാസ് ആയിരിക്കും, എന്നെ പോലൊരു ദളിതനായിരിക്കില്ല. ഒരേപോലുള്ളവർ തമ്മിൽ മാത്രമേ
അങ്ങനൊരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്താണ്, ദെയർ ഐഡൻറ്റിറ്റി കാർഡ്സ് വോണ്ട് ഹാവ് സ്ക്രിബ്ലിങ്സ് ഇൻ റെഡ്. എന്നെ പോലെ ചുവന്ന നിറത്തിൽ സ്റ്റൈപ്പൻഡിൻ്റെ കണക്ക് എഴുതിയിട്ടില്ലാത്ത ഐഡൻറ്റിറ്റി കാർഡായിരിക്കും അവരുടേത്. എന്ന് വെച്ചാൽ എന്താണ്, എന്നെപ്പോലെ താഴ്ന്ന ജാതിയിലുള്ള ആളാവില്ല അവരിലൊരാൾ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ ബന്ധം മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് നറേറ്റർ പറയുകയാണ്. സോ ഹിയർ the poem ends. അവിടെ വരെയാണ് ആ പോം. ഒരു വളരെ കുഞ്ഞു പോമാണ്. So S. Joseph emerged as a pioneer of contemporary Malayalam Dalit poetry, which gives an authentic and genuine voice for Dalit community. So S. Joseph is a person who have given voice for Dalit community. ദളിതരെ കുറിച്ചുള്ള, ദളിതരുടെ ആവശ്യത്തിനെ കുറിച്ച് ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരു കവിയാണ് എസ് ജോസഫ്. Dalits are nameless and faceless people in dominant Indian culture. S. Joseph tries to recover and represent all those nameless and faceless figures, their memories, sorrowful experiences through his poetry. So he has become the voice of the voiceless. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായിട്ടാണ് എസ് ജോസഫ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് എഴുതുകയാണ് എസ് ജോസഫ് ഈ കവിതകളിലൂടെയൊക്കെ ചെയ്യുന്നത്. And if you look at this poem, you can understand the context of this poem is an education institution. അപ്പോൾ നമുക്കറിയാം ഈ പോയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടെയാണ് ഈ പോം നടക്കുന്നത്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, സ്കൂളോ കോളേജോ എന്തോ ആകാം. And it clearly indicates that the prejudices and preconceived notions regarding caste and casteism begins from places like this in the very young age of students. അപ്പോൾ കുട്ടികളുടെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരമുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഒരു മനുഷ്യനിൽ വന്നു ചേരുന്നു എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ സ്കൂളിൽ പഠിക്കുന്ന പ്രായമായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പ്രായമായിരിക്കാം. അപ്പോൾ അത്ര ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ എന്താണ്, ഈ കാസ്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ സൊസൈറ്റി കുത്തി നിറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു ലവ് റിലേഷൻഷിപ്പും മുൻപോട്ട് പോകാതെ പോയത്. So through this poem, as Joseph depicts the plight of a Dalit who has no right even in his love. പ്രണയിക്കാൻ പോലും ഒരു അധികാരമില്ലാത്ത, ഒരു റൈറ്റ് ഇല്ലാത്ത, അത്ര പോലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദളിതരുടെ ജീവിതത്തിനെ കുറിച്ചാണ് എസ് ജോസഫ് ഈ കവിതയിലൂടെ പറയുന്നത്. So now we will see the university questions which has been asked from this poem.